ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച ശേഷം റോഡപകടങ്ങളും അക്രമങ്ങളും കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് മാഫിയയെ തളച്ചാൽ ക്രമസമാധാന പാലനവും മെച്ചപ്പെടുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ജനകീയ പിന്തുണയില്ലെങ്കിൽ ലഹരി മാഫിയക്കെതിരായ ദൗത്യം വിജയിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതു മുതൽ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളും റോഡപകടങ്ങളും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 9% കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതായാണ് കണ്ടെത്തിയതെന്നും മന്ത്രി. കേരളത്തിൽ അപകട മരണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. റോഡ് അപകടങ്ങൾ 10% കുറഞ്ഞു. റോഡ് അപകടങ്ങൾ കുറഞ്ഞുവെന്ന് മാത്രമല്ല, ക്രമസമാധാന നിലയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഏതാണ്ട് 9% കഴിഞ്ഞ ഈ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിക്കുന്നതിന് മുമ്പുള്ള മാസത്തെ കണക്കുമായി തട്ടിച്ചു നോക്കിയാൽ 9% അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറി തുടങ്ങിയതെല്ലാം കുറഞ്ഞിരിക്കുന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? മയക്കുമരുന്ന് ലോബിയെ തളച്ചാൽ കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമാകും എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. 10% റോഡപകടങ്ങളും കുറഞ്ഞിട്ടുണ്ട്. ലഹരി മാഫിയ വലിയ തോതിൽ നാടിനെയാകെ കീഴ്പ്പെടുത്തുന്ന കാലത്തു നിന്നും നാടേറെ മാറുകയാണെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മുമ്പ് മാഫിയകളെ ജനങ്ങൾ ഭയന്ന് ഓടിമാറുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ജനങ്ങളെ ഭയന്ന് മാഫിയ ഓടിയൊളിക്കുകയാണ്. ജനങ്ങൾ ഒന്നാകെ ലഹരിക്കെതിരെ പോരാടാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജവഹർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമം ജീവിതമാണ് ലഹരി, കളിയാണ് ലഹരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കെ സുധാകരൻ എംപിയെ തൂഫാൻ വാരിയറായി ചടങ്ങിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. തുടർന്ന് എംപിയെ ബാഡ്ജ് അണിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മാലിന്യ പരിഹാര ആപ്ലിക്കേഷൻ നെല്ലിക്കയുടെ ലോഞ്ചിംഗ് കെ സുധാകരൻ എംപി നിർവഹിച്ചു. എംഎൽഎമാരായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, കെ വി സുമേഷ്, ഓപ്പറേഷൻ തൂഫാൻ കോർഡിനേറ്റർ ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയ് ഭരത് റെഡ്ഡി, അസിസ്റ്റന്റ് കളക്ടർ S സ്വാതി, ഡെപ്യൂട്ടി മേയർ KP താഹിർ, കോർപ്പറേഷൻ സെക്രട്ടറി വിനു C കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.